ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫ്രോക്ക് നൈറ്റ് വയ്ക്കാം അല്ലേ? ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിന് നമുക്ക് നമ്മുടെ സഹോദരിമാർക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ മാറി മാറി ഇടാനൊക്കെ ഡ്രസ്സ് വേണം. അതായത് ഗസ്റ്റൊക്കെ വരുന്ന സമയമല്ലേ. അപ്പോൾ അതുപോലെ ഓണത്തിനൊരു പുതിയ ഡ്രസ്സൊക്കെ വീട്ടിലായിരുന്നാലും പുറത്ത് സാരിയൊക്കെ വാങ്ങിച്ചാൽ അത് വേറെ, നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാൻ ആഗ്രഹമാണ്. അപ്പം നമുക്കൊരു കുറച്ച് തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രോക്ക് നൈറ്റിയൊക്കെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി നൈറ്റി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രോക്ക് നൈറ്റ് തയ്ക്കുക ഒരു 300-350 ആ റേഞ്ചിന് മുകളിലോട്ട് വരും. ഫ്രോക്ക് നൈറ്റിക്ക് നല്ല നല്ല റേറ്റ് വരുന്നത് ഒരു 500-600 അങ്ങനെ പല റേറ്റിന് വരും. 700-1000 മുകളിൽ വരുന്നതുണ്ട് പക്ഷേ നൈറ്റി. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 3 മീറ്റർ തുണിയാണ് കേട്ടോ. താഴെ പ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നൈറ്റിയാണ്. അപ്പം നമുക്കിതൊന്ന് ഇതിപ്പോൾ ഇതെത്ര 46 വീതിയിലുള്ള തുണിയാണ് കേട്ടോ. 46 വീതി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടോപ്പ് അടിക്കുന്ന തുണിയാണ് ഇത്. ഇതൊരു 44 വീതിയുള്ള തുണിയാണ്. അപ്പം നമുക്ക് ഈ തുണി എടുത്തിട്ട് ഇതിപ്പം ഞാൻ 3 മീറ്റർ തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2ആയിട്ട് മടക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാ ഞാൻ തുടങ്ങാൻ പോവാണ്. ഇതിപ്പോൾ നമുക്ക് 3 മീറ്റർ തുണി ഞാൻ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 4ആയിട്ട് മടക്കണം. അപ്പം നമുക്കിതിന് വേണ്ടത് 48 ഇഞ്ച് ഇറക്കമാണ്. 47-48 ഇഞ്ച് ഇറക്കം അത്രയും മതി. ഇതിൻ്റെ എൻഡ് ഒന്ന് വെട്ടിക്കളയാം. അതായത് ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എൻഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ 44 ഇഞ്ച് വീതിയുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വീതി ഇതിന് വേണ്ട. കാരണം എന്ന് വെച്ചാൽ എൻ്റെ താഴെ പ്രില്ലിനാണ് കുറച്ച് തുണി കൂടുതൽ വേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇത് 44 ഇഞ്ച് വീതി തുണി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് ഇതിപ്പോൾ എത്ര എന്നറിയാമോ? 34 ഇഞ്ച് വീതിയാണ്. 34 ഇഞ്ച് വീതിയാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. അതായത് 34 ഇഞ്ച് വീതി. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു 10 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒരു 1 ഇഞ്ച് കൂടെ കുറച്ചെടുക്കാം. ഇവിടെ 36 ഇഞ്ച് മതി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് താഴോട്ട് മതി പ്ലെയർ. ഓക്കെ, ഇതിൻ്റെ ലൂസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ 17 എടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 16 കഷ്ടിച്ച് എടുത്തിട്ടുള്ള കേട്ടോ. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 16 എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന് തയ്യൽ തുമ്പൊന്നും വേണ്ട. കാരണം ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലൂസ് കുറച്ച് മതി. കാരണം താഴെ വന്നിട്ട് ഫ്രില്ല് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലൂസ് വേണ്ട. അതുകൊണ്ട് ഞാനൊരു 16 ഇട്ട് എടുത്തിട്ടുണ്ട്. 16 ഉണ്ട്. അപ്പം നമുക്ക് ഒരു 32 ഇഞ്ച് ലൂസ് കിട്ടും. അത് മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ താഴെ ഫ്രില്ലെടുക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് 48 ഇഞ്ച് ഇറക്കമാണ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ ഈ ബാലൻസ് വരുന്നത് ഇതുപോലെ ബാലൻസ് വരുന്ന ഭാഗം താഴെ ഫ്രില്ലിന് തികയോ നോക്കണം. അപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ചാണ് കിട്ടുന്നത്. കുറച്ച് മടക്കി അടിച്ചത് കേട്ടോ. 10 ഇഞ്ച് 48 ഇഞ്ച് ഇറക്കമാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൽ 10 ഇഞ്ച് പോയിട്ട് 38 ഇഞ്ച് ഇറക്കാം. അപ്പോൾ ആ 38 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. കറക്റ്റ് 38, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 38-39 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു അല്ലേ. ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് നമുക്കൊരു 7-7.5 ഇഞ്ച് ഷോൾഡർ 15 ഇഞ്ച് എടുക്കാം. 15 ഇഞ്ച് എടുക്കുക. ഇതൊരു 36 ഇഞ്ച് വണ്ണത്തിൽ തയ്ക്കാനുള്ള ഉടുപ്പാണ് കേട്ടോ. 36-37 ഇഞ്ച് വണ്ണത്തിൽ. അപ്പം നമുക്കിത് 37 ഇഞ്ച് വണ്ണം 38 ഇഞ്ച് വണ്ണമൊക്കെ മതി കേട്ടോ. മീഡിയം സൈസിലുള്ള നൈറ്റിയാണ്. അപ്പം നമുക്കൊരു 40 ഇഞ്ചിട്ട് വെട്ടാം. അപ്പം നമുക്കൊരു 40 ഇഞ്ച് കൊടുക്കാം. അത് 40 ഇഞ്ച് ഇവിടെ അളപ്പെടുത്തണം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കൈക്കൂടിയിൽ അവിടെ നിന്ന് നമുക്കൊരു 7 ഇഞ്ച് നമുക്ക് സ്ക്വയർ കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് സ്ക്വയർ വരച്ചു. ഇവിടെ നമുക്ക് ഒരു 10 ഇഞ്ച് മതി. 10 ഇഞ്ച് 40 ഇഞ്ചിൽ കൊടുത്തു. എന്നിട്ട് ഇവിടെ കുറച്ചൊന്ന് വളച്ചു കൊടുക്കുക. അതായത് ഫ്രോക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടാണ് നൈറ്റ് ലൂസിനൊക്കെ ഇടുന്നത് അല്ലേ. ഇപ്പം നല്ല ഫിറ്റ് മോഡൽ നമ്മളെ ബോഡി ഷേപ്പിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 9.5 ഇഞ്ച് ഇവിടെയും കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പിന് എടുക്കണം. അതായത് നമ്മൾ എ ലൈൻ വെട്ടും പോലെ നമുക്ക് എടുക്കണം. എടുത്തിട്ട് നമ്മൾ കഴുത്ത് പിന്നെ ലാസ്റ്റ് വെട്ടുന്നത് കേട്ടോ. എ ലൈൻ വെട്ടും പോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു പാടുമില്ലായിരുന്നു. നമുക്ക് നല്ലോണം പെട്ടെന്ന് വെട്ടെടുക്കാം. ഇവിടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ചരിച്ച് കൊടുക്കുക കേട്ടോ. താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഈ കൈക്കുഴി വളച്ച് നമ്മൾ 7 ഇഞ്ച് വെട്ടിയാലും അവിടെ വളച്ച് വരച്ചിട്ടുണ്ട്. വളച്ച് വെട്ടുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ നല്ല ഷേപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് നമുക്ക് ടൈറ്റ് ആക്കണ്ട, പക്ഷെ അത്യാവശ്യം ലൂസും വേണം. എന്നാൽ ഒരുപാട് ലൂസും ആക്കണ്ട. അപ്പം നമുക്ക് ഈ ഷേപ്പിൽ വെട്ടി നമ്മൾ ഏലയിൽ കുർത്തി വെട്ടുന്നില്ലേ, അത് തന്നെയാണ് ഷേപ്പ് കേട്ടോ. ഇതിൻ്റെ ഏലയിൽ പോലെ വെട്ടിയെടുക്കാം. ഇവിടെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെട്ടണം. പിന്നെ ഈ എൻഡ് വരുമ്പോൾ ഒരല്പം ഇങ്ങനെ വളച്ച് വെട്ടി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ 2 സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരല്പം വളച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. വളച്ച് വെട്ടിയിട്ട് നമ്മളിതാ കഴുത്ത് വെട്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇതിന് കോളർ നെക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് കഴുത്ത് വെട്ടിയിട്ടില്ല. കഴുത്തിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ഇറക്കി വെട്ടി കൊടുത്തിട്ടുണ്ട്. കോളർ നെക്കാണ്ട് കഴുത്ത് വെട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കഴുത്തും കൂടെ വെട്ടിയെടുക്കാം. ഇതിൻ്റെ കഴുത്തെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും പാടില്ലാത്തൊരു നൈറ്റിയാണ് കേട്ടോ. ഒരു മോഡലാണിത്. അപ്പോൾ കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് കോളർ ഈ തുണി വെച്ചടിക്കുന്ന കോളറാണ്. അതായത് ഇപ്പോഴത്തെ മോഡൽ നിങ്ങൾക്കറിയാം, വി നെക്ക് പോലെ വന്നിട്ട്
ഇവിടെ നമ്മൾ 9 ഇഞ്ച് കോളറാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. 9 ഇഞ്ച് വീനക്കായിട്ട് വെട്ടിയെടുക്കുവാണ്. കാരണം 9 ഇഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് വെട്ടുന്നില്ല. ബാക്കിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് പടി വെച്ച് അടിച്ചാണ് നമ്മൾക്ക് കൊണ്ടുവരണം. അത് ഈ തുണിയിലാവാം വേറെ തുണിയിലും ആവാം കേട്ടോ. ഞാനിതിപ്പോൾ 9 ഇഞ്ചാണ് ഈ വീനക്കായിട്ട് വെട്ടുന്നത്. കുറച്ച് വൈഡായിട്ട് തന്നെ വെട്ടണം. എന്നിട്ട് തന്നെ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ചിങ്ങനെ വെട്ടിവിടും. നമുക്കറിയാം അത് മറ്റേ ഒരു ഇഞ്ച് പടി വെച്ച് അടിക്കുമ്പോൾ ഇതിൽ ചേർത്താണ് അടിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നമ്മൾക്ക് അറിയാമല്ലോ ത്രികോണം പോലെ വെട്ടിവിടും. അപ്പോൾ അങ്ങനെ വെട്ടിവിടുവാണ് ഇതിൽ. അപ്പോൾ ഞാൻ അടുത്ത് തുടങ്ങും. ഒരു വി നെക്കിൽ ഒരു പട്ട വെച്ച് അടിക്കാനുണ്ടല്ലോ, വേറെ കളറിലാണ് വെച്ചടിക്കുന്നത്. അപ്പോൾ അത് വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചടിക്കുന്നത്. കണ്ട ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ചേർത്താണ് അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് അടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ബാക്ക് കഴുത്ത് നമ്മൾ വെട്ടേ വേണ്ട. അപ്പം നമുക്കിനി ഇതാ കണ്ട ഇതിൽ തുണി ബാക്കിയാണ് കേട്ടോ. നമുക്കൊരു വീതിയുള്ള തുണിയാണെങ്കിൽ 2.5 മീറ്ററൊക്കെ മതി. നമുക്ക് കഷ്ടിച്ച് തച്ചെടുക്കാം. ഒരുപാട് ദിവസം ഇതിൻ്റെ പ്രില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ട കണ്ടോ. അപ്പം നമുക്ക് ഈ ഒരു തുണി കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രില്ലിന് വെട്ടിയെടുക്കാം കണ്ടോ. 3 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രില്ലൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലതായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെത്ര 27 ഉണ്ട്. 27 4/1 27 ഇഞ്ച് കേട്ടോ. നമ്മൾ ഞുറിയിട്ടെടുത്തിട്ട് 36 72 നമ്മൾ ഞുറിയിട്ട് അങ്ങ് ലാസ്റ്റ് ആക്കണം. ബാക്കി നമുക്ക് ഇതിങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു പീസായിട്ട് വെട്ടിയെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 10 ഇഞ്ചിൽ കൂടുതൽ നീളമുണ്ട് കേട്ടോ. 10 ഇഞ്ച്. അപ്പം നമുക്ക് അവിടെ നമ്മൾ 37 ഇഞ്ചാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് 37 47 അല്ല 38 വെട്ടിയിട്ടുള്ളത്. 38 10 48 കിട്ടും. 48 തയ്യൽ തുമ്പിന് എക്സ്ട്രാ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് 10 ഇഞ്ച് കണക്കാക്കി ഇതിൻ്റെ എൻ്റെ കണക്കാക്കി വെട്ടാം. അപ്പോൾ ഇത് മതി നമുക്ക് പ്രില്ലിന്. ചെറിയ പ്രില്ലിട്ട് കൊടുത്താൽ മതി. പ്രില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് അടുക്കിയിടല്ല, അതിന് വൃത്തികേടാണ്. ചെറിയ പ്രില്ല്, അതായത് 1 ഇഞ്ച് കനത്തിൽ 1 ഇഞ്ച് അകലത്തിൽ നമ്മളിങ്ങനെ ദൂരെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇച്ചിരി ദൂരെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഓരോ പ്ലേറ്റ് ഇങ്ങനെ ഓരോ പ്ലേറ്റ് ഇടണം. അപ്പം നമുക്ക് കാണാനും ഭംഗിയായിരിക്കും. തുണിയും കുറച്ച് മതി. മറ്റേ ചെറിയ പ്ലേറ്റ് ഇട്ട് നിങ്ങൾ നിറച്ച് കയറ്റുവാണെങ്കിൽ നല്ല തുണിയാവും. ഇത് അവിടെ ഓരോ പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ കിട്ടും. 1 ഇഞ്ച് കൂടെ ഒരു പ്ലേറ്റ് കൂടെ എടുക്കാൻ പറ്റും. പെട്ടെന്ന് തച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇതുപോലെ 2 മീറ്റർ 2.5 3 മീറ്റർ തുണിയൊക്കെ ചെന്നെടുത്താൽ ഇപ്പോൾ തുണിയൊക്കെ 50 രൂപയ്ക്കൊക്കെ നല്ല തുണി കിട്ടും. അപ്പോൾ 3 മീറ്റർ തുണി എന്ന് പറയുമ്പോൾ 150 രൂപ ആവുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം 4-5 നൈറ്റിയൊക്കെ ഇതുപോലെ തയ്ക്കാം. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ കഴുത്തിൽ വയ്ക്കാനൊരു തുണി വേണം അല്ലേ. കഴുത്തിൻ്റെ കോളർ നമുക്ക് ചുറ്റി വരാം. അപ്പം നമുക്കിത് ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് കാണിക്കുന്ന തുണിയാണ് കഴുത്തിന് നല്ലത് കണ്ടോ. എന്നിട്ട് ഇതിന് മുമ്പേ നമുക്ക് കൈക്ക് വെട്ടാം. കൈക്ക് നമുക്ക് പഫാണ് കേട്ടോ. നമുക്കൊരു ചെറിയ പഫ് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്കറിയാലോ ഫ്രോക്ക് നൈറ്റിക്കെല്ലാം ഒരു പഫാണ് വരുന്നത്. കയ്യിൽ പഫിട്ട് ഇലാസ്റ്റിക് ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് വണ്ണം കൂട്ടിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ണം വേണ്ടത് ഒരു 10 ഇഞ്ചാണെങ്കിൽ നമുക്കൊരു 17 ഇഞ്ച് 18 20 എടുക്കാം. 20 വേണ്ട 18 ഇഞ്ചൊക്കെ എടുക്കാം. ചെറിയ പഫ് മതി. ഒരുപാട് വലിയ പഫ് നൈറ്റിക്ക് ഉപയോഗിക്കില്ല കേട്ടോ. വലിയ പൊങ്ങി നിൽക്കുന്നുണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് ചെറിയ പഫ് മതി. അപ്പോൾ ഇറക്കം എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് എടുക്കാം. 10 ഇഞ്ച് ടോട്ടലാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു ചെറിയ വളവ് കൊടുത്തിട്ട് കൈ ഇങ്ങനെ വളച്ചെടുക്കണം. പഫിന് അങ്ങനെയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇത് പഫിനാണ്. ഇവിടെ ഞുറിയിട്ട് കൊടുക്കാനായിട്ട് ഇതാ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്കിവിടെ ചെറിയ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ ഇവിടെ നമുക്ക് ഇതുവരെ ഒരു ഞുറി ഇട്ടാൽ മതി. ഇവിടെ ഇതുവരെ ഇവിടെ ഞുറി ഇടണ്ട. ഇലാസ്റ്റിക് ഇടുമ്പോൾ തന്നെ ഞുറി വിടുന്നോളും. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ പീസ് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കഴുത്തിന് നമ്മളങ്ങനെ വെട്ടി വെച്ചില്ലേ. അപ്പോൾ ഒരു കോളർ പോലെ നമുക്ക് ചുറ്റിയെടുക്കണം ഒരു ചുറ്റ്. അപ്പോൾ ഇതിപ്പോൾ നീളം കുറവാണ്. പക്ഷേ എനിക്ക് ഈ തുണി ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കറക്റ്റായിട്ട് ഈ വരയും ഈ ഡിസൈനും ഒരേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ വരയിൽ കൂടെ വെട്ടാം കണ്ടോ. നമുക്ക് ഈ വരയിൽ കൂടെ, അതായത് ഇവിടെ ആ വരയിൽ കൂടെയാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരയിൽ കൂടെ വെട്ടാം. അപ്പോൾ ഇതിലും നമുക്ക് ഈ വരയിൽ കൂടെ വെട്ടാം. അപ്പോൾ ഒരേ ഡിസൈനിൽ കിട്ടും. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തില്ലെങ്കിൽ കാണാൻ ഭംഗിയാണല്ലോ. ഒരു ഡിസൈൻ ഇതും ഒരു ഡിസൈൻ ഇത് വരയും ആയിപ്പോയാൽ കാണാൻ ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്ക് മതി. ഇത് 2 പീസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് വേണ്ട. അപ്പം നമുക്ക് ഇനി ഇത് ഇത്രയാണ് നമുക്ക് കട്ടിങ്ങിനുള്ള. ഇനി ഒന്നും കട്ടിങ്ങില്ല. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ ചുവന്ന നൂലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. നോക്കണ്ട ജോയിൻ്റ് ചെയ്തെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിൽ ക്യാൻവാസ് ഒന്നുമില്ല കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ അടിച്ചെടുത്താൽ മതി. ഈ ലൈൻ രണ്ടും ഒരേപോലെ വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ചടിക്കണം.
അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൈ ഒന്ന് അടിച്ചെടുക്കാം. കൈ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ചുരുട്ടി അടിച്ചു കൊടുക്കാം. ഒരു ചെറിയ മടക്കി അടുത്ത് വീണ്ടും ഒരു കൊച്ചു മടക്ക്. കാണാമല്ലേ? ഇതിൻ്റെ ഒരു ചെറിയ മടക്ക്, പിന്നെ ഒരു കൊച്ചു മടക്ക്. കണ്ടോ? ഇങ്ങനൊരു കുഞ്ഞു മടക്ക് കാണാമല്ല? ഇതിൻ്റെ അകത്തായതുകൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊരു കുഞ്ഞു മടക്കാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിൻ്റെ എലാസ്റ്റിക് ഉണ്ടോ? 4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. ഇത് 4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. കയ്യിൽ 10 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. 10 ഇഞ്ച് വേണ്ട, 10 ഇഞ്ച് വണ്ണമാണുള്ളത്. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് എലാസ്റ്റിക് മതി. അപ്പോൾ 8 16 ഇഞ്ച് നമ്മൾ വെട്ടിയെടുക്കുവാണ്. 16 ഇഞ്ച് വെട്ടി ഈ എലാസ്റ്റിക്കിന് മാറ്റാം. 16 ഇഞ്ച് എലാസ്റ്റിക് വെട്ടിയിട്ട് നമ്മളതിനെ 2ആയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. 2 കയ്യിൽ ഒരുപോലെ അങ്ങ് വെട്ടിയെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ എലാസ്റ്റിക് കൂടിപ്പോയാൽ ഒരു എലാസ്റ്റിക് വണ്ണം കൂടുതലായിരിക്കും, ഒരു കയ്യിൽ വണ്ണം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പോവാം എലാസ്റ്റിക്. അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടോ? ഇവിടെ നമ്മൾ ഇത്രയാണ് വിട്ടിട്ടുള്ളത്. ഒരു ഇഞ്ച്, കറക്റ്റ് 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ എലാസ്റ്റിക് വെച്ച് അടിക്കുന്നത്. നെടുക്കി പിടിച്ചു കൊടുക്കണം കേട്ടോ. എലാസ്റ്റിക് 8 ഇഞ്ച് ഉള്ളതുകൊണ്ട് ഈ കൈക്ക് അത്രയും ലൂസ് ഉള്ളതുകൊണ്ട് നെടുക്കി പിടിച്ചു കൊടുക്കണം. കണ്ടോ? നമുക്കിനി ഞുറിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് എലാസ്റ്റിക് പിടിക്കി വയ്ക്കുമ്പോൾ നല്ല പഫ് കൈക്കുള്ള ഞുറിയായി. കണ്ടോ? ഇങ്ങനെയായി. അപ്പോൾ നമുക്ക് ഈ കൈയും കൂടെ അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈ അടിക്കുമ്പോൾ അറിയാം കറക്റ്റ് എത്ര എലാസ്റ്റിക് വലിച്ചു പിടിക്കണമെന്ന്. കംപ്ലീറ്റ് ഫുള്ള് വലിച്ചു പിടിക്കണം കേട്ടോ. ഇതാ നമ്മൾ 2 കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഫ് കൈ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ കൊട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ വെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെട്ടത്രയും നമുക്കൊരു ഞൊറിയിട്ടെടുക്കാം. ഞൊറി എന്ന് പറയുമ്പോൾ ഒരു മുട്ടപ്പിൻ, ഇതുപോലത്തെ ഒരു മുട്ടപ്പിൻ എടുത്തിട്ട് നമ്മൾ പതുക്കെ ഞൊറിയിട്ട് കൊടുക്കുക. ഒരുപാട് വലിയ ഞൊറിയൊന്നും വേണ്ട. ചെറിയ പ്ലേറ്റ്, അതായത് ചെറിയ പ്ലേറ്റ് ഇട്ട് ഈ വെട്ട് വരെ കൊണ്ടുവരാം. ഈ വെട്ട് വരെ ഇത്രയും മതി. കണ്ടോ? ഇത്രയും മതി. ഇത്രയുടെ ആവശ്യമുള്ളൂ. കണ്ടോ? നല്ല പഫ് കൈയായി. കണ്ടോ? നല്ല ഉണ്ടപ്പഫ് എന്ന് വെച്ചാൽ നല്ല പഫ് കൈയായില്ലേ? നല്ല പഫ് കൈയായില്ലേ? ആയി. അപ്പം നമുക്കിനി അടുത്തും കൂടെ ഈ കൈ കൂടെ അതുപോലെ ഞൊറിയിട്ടെടുക്കാം. അതും നമ്മളിവിടെ വെട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെട്ടി തുടങ്ങി ഈ വെട്ട് വരെ അവസാനിച്ച് ഞൊറിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇതും പഫ് കൈ. അപ്പോൾ നമുക്ക് ഈ 2 കൈയും അങ്ങ് മാറ്റി വയ്ക്കാൻ. കണ്ട? കൈ ഇത്ര ജോലിയേ ഉള്ളൂ. ഈ പഫ് കൈ അയക്കുക. ഈ പഫ് കൈ തന്നെയാണ് നമ്മൾ ഇതിനടിക്കുന്നത്, ബ്ലൗസിനടിക്കുന്നത്, എല്ലാത്തിനും ഈ പഫ് കൈ തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിനൊന്ന് മുട്ടിയെടുക്കാം. നമ്മളൊരു പീസ് കൂടെ വെച്ച് അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കണ്ട? ഇതിൽ നമുക്ക് ഒരു സൈഡ് വിളുമ്പുണ്ട്. നൈറ്റിക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വിളുമ്പൊന്ന് മടക്കി അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു സൈഡ് വിളുമ്പുണ്ട്. ആ ഒരു സൈഡ് മാത്രം അടിച്ചാൽ മതി. ഇവിടെ ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മടക്കി എടുക്കുന്നത്. ഒരടി കൂടെ അടിക്കും. അപ്പോൾ നമുക്ക് ഈ സൈഡ് തണ്ട ഇത്രയും എൻ്റെ അറ്റമാണ്. അപ്പോൾ ഇവിടെ നൂലളവത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം മടക്കി അടിച്ചു കൊടുത്താൽ മതി. നൈറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങേറ്റം വരെ അടിക്കാം. പക്ഷേ അടിക്കുമ്പോൾ അതിൽ 1/2 ഇഞ്ച് ഇറക്കം കുറയും. നമുക്കത് വേണ്ട. അപ്പം നമുക്ക് ഇവിടെ മാത്രം അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് അടിച്ചെടുത്താൽ മതി. കാരണം ഇങ്ങോട്ട് നമുക്ക് നൂലളവത്തില്ല. പക്ഷേ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ 2 ഒരേ അളവിന് അടിച്ചെടുക്കണം കേട്ടോ. കാണാൻ പറ്റില്ല. ഇത് പുള്ളി തുണിയായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന തുണിയാണ്. ഒറ്റ കളറൊക്കെ ആണെങ്കിൽ അങ്ങേറ്റം വരെ മടക്കി അടിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വെക്കാം അല്ലേ? ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ പീസ് അടിച്ചെടുക്കാം. അതായത് ഇതാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസ്. നമ്മൾ ബാക്ക് കണ്ടോ? കോളർ ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വളച്ച് വെട്ടിയിട്ടുള്ളൂ. കാരണം ബാക്ക് കോളർ വെട്ടേ വേണ്ട. ഇതിന് നമുക്ക് ഈ കോളറിന് ബാക്ക് കോളർ വെട്ടണ്ട. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് മുട്ടിയെടുക്കാം. ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കെട്ടിട്ടെടുക്കണം. നമ്മളിവിടെ ഇത് ലോക്കൊന്നും ചെയ്യണില്ല. നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഒരടി കൂടി അടിച്ചു കൊടുക്കാം. കാരണം ഇത് ലോക്ക് ചെയ്യണ്ട. കാരണം വീട്ടിലിടാനുള്ള കുറഞ്ഞ തുണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്ക്കുന്നതാണ്. ഇത് കസ്റ്റമർക്കുള്ളതൊന്നുമല്ല.
എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അളവിന് മേടിക്കുന്നത്. എടുത്തയച്ച് കളയണ്ടല്ലോ, അതുകൊണ്ട്. എനിക്ക് സമയമില്ല, എന്നാലും നിങ്ങൾക്കൊരു വീഡിയോ ഓണമല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു നൈറ്റിയൊക്കെ ഇട്ട് തരാൻ പറ്റിയാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നൈറ്റിയൊക്കെ തയ്ക്കണമെങ്കിൽ തയ്ക്കാമല്ലോ. ഇപ്പോൾ ഫ്രോക്ക് നൈറ്റി ട്രെൻഡാണല്ലോ. അപ്പോൾ നമ്മളിതാ ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് ടോട്ടലായിട്ട് നമുക്ക് ഇത്രയാണ് കഴുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് വന്നിട്ടുള്ളത് 24 ഇഞ്ച് നീളമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് കൂടെ നമ്മൾ ഇറക്കിയിട്ട് കൊടുക്കണം. കാരണം അവിടെ നമ്മൾ ഏറ്റവും അങ്ങ് അറ്റം വെച്ച് തയ്ക്കുന്നത് ശരിയല്ല. അപ്പോൾ 24 ഇഞ്ചും 25 ഇഞ്ച് എടുക്കാം നമുക്ക്. 25 ഇഞ്ച്, 25, 26 വരെ. നമുക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴുത്തൊന്ന് തയ്ച്ചെടുക്കാം. കഴുത്ത് നമുക്കിവിടെ ഒരു ജോയിൻറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ജോയിൻറ്റ് നമുക്ക് ഈ നടുക്ക് കൊടുക്കാം. അപ്പോഴേ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൃത്തിയിടാവും. ഇതിൻ്റെ നടുക്ക് എവിടെ വന്നാലും വൃത്തിയിടാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പോകാം. ഈ ജോയിൻറ്റ് എവിടെ വരണം, നിങ്ങൾ അവിടെ നിന്ന് മിഡിലിൽ നിന്ന് അടിച്ചു പോയാൽ നിങ്ങൾക്ക് അത് തെറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു മുട്ടുപിന്ന് കൊടുത്തിട്ട് ആ താഴെ നിന്ന് അടിച്ചു വന്നാലും മതി. പക്ഷേ ഇതിങ്ങനെ നമ്മളിവിടെ നിന്ന് അടിച്ചു പോകുന്നുണ്ട് കണ്ടോ. നമ്മളിവിടെ വരുമ്പോൾ ഈ ഇവിടെ വെട്ടിയിട്ടേക്കില്ല, ഇതങ്ങ് വെട്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഈ തയ്യൽ തുമ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ നമ്മളൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു പീസ് നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ ഇവിടെ ഇത്രയും നമ്മളിങ്ങനെ വെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമുക്കിത് തയ്യൽ തുമ്പ് വയ്ക്കാം. ഇത് നമ്മൾ ഇവിടെ നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കാനാണ്. അതായത് ഈ പീസ് കൂടെ നിങ്ങൾക്ക് തയ്ച്ച് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ബാക്കി കൂടെ തയ്ക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കഴുത്ത് നോക്കിക്കേ എന്ത് ഭംഗിയായിട്ട് കിട്ടിയെന്ന്. നല്ല ഒരു പീസല്ലേ ഇതിൽ വെച്ചടിച്ച ലൈനുള്ള പീസായതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ കഴുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡ് കഴുത്താണ് ഈ കഴുത്ത് കണ്ടോ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരണം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകും. ഇത് ഉള്ളിലേക്ക് പോയിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് പോകും. ഇത് ഉള്ളിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി കണ്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ കഴുത്ത്. എന്ത് എളുപ്പത്തിൽ എന്താ പറയുക. ഇവിടുന്ന് ഇതിനകത്തൂടെ പിടിക്കണം കേട്ടോ. ഇതിനകത്തൂടെ പിടിച്ചിട്ട് ഇവിടെ അതിനാണ് നമ്മൾ ഈ പീസ് ഇങ്ങനെ ഇട്ട് തയ്ക്കുന്നത്. ഈ പീസ് ഇങ്ങനെ ഇട്ട് തയ്ക്കുന്നത് കാണാമോ? ഈ പീസ് ഇങ്ങനെ ഇട്ട് തയ്ക്കുന്നത് അതിനാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഈ പീസിൽ ഒന്ന് അടിച്ചെടുക്കാം. കെട്ടിട്ട് തന്നെ അടിക്കണം കേട്ടോ. ഇതങ്ങനെ കിടന്നോട്ട് നമ്മൾ വെട്ടിക്കളയണം. ഇതാക്കണം എന്ത് നല്ല കഴുത്തെന്ന് നോക്കിക്കേ. നല്ല ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ കഴുത്ത്. ചുരിദാറിൻ്റെ കഴുത്തിന് തയ്ക്കാം, ഇത് നൈറ്റിയുടെ കഴുത്തിന് തയ്ക്കാം കേട്ടോ. ഇന്ന് നല്ല ഭംഗിയാണ് ഈ കഴുത്തിന് നോക്കിക്കേ. നല്ല സൂപ്പറായിട്ടുള്ള നല്ല കഴുത്തായി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോക്കൊന്ന് ഒരു ചുറ്റും ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. കേട്ടോ നമുക്കിനി ഈ കൈ തയ്ച്ചെടുക്കാം കേട്ടോ. കേട്ടോ ഇത് നമുക്ക് ഈ കഴുത്ത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ കഴുത്ത് ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തുറന്നിരിക്കുകയല്ലേ ചെയ്യണം. അപ്പോൾ ഇത്രയും നമുക്ക് ലെന്ത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 ബട്ടൺ കൊടുക്കണം. ഈ 2 ബട്ടൺ അല്ലെങ്കിൽ ഇവിടെ അങ്ങ് തയ്ച്ചു കൊടുത്താലും മതി. ഇത്രയിൽ അതിനേക്കാൾ നല്ല ഭംഗി 2 ബട്ടൺ എടുത്ത് ഇവിടെയും ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു 3 ബട്ടൺ അടുത്തടുത്ത് കൊടുത്താൽ ഒരു പ്രത്യേക മോഡൽ വയ്ക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്ത് നല്ല ഭംഗിയുള്ള കഴുത്ത് നോക്കി. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ അടിക്കുന്ന കഴുത്ത് കേട്ടോ. പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ കൈ തയ്ച്ചെടുക്കാം. കൈ നമുക്ക് ഇവിടെ നിന്ന് മിഡിലിൽ നിന്ന് പിടിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. നിങ്ങൾ ചോദിക്കുമായിരിക്കും എനിക്ക് എന്ത് വെപ്രാളമൊന്നല്ലേ, എന്ത് തിരക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഇടുന്ന എന്ത് റിസ്ക് എടുത്താണ് ഇടുന്നതെന്നറിയാം. അത്രയും നമുക്ക് പണിയാണ് കടയിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടെ പരിഗണിക്കണ്ടേ. ഞാൻ തുടങ്ങിപ്പോയില്ലേ. അപ്പം നമുക്ക് നിങ്ങളെ അങ്ങനെ എനിക്ക് നിരാശപ്പെടുത്താൻ പറ്റുമോ? കണ്ടോ നമ്മൾ ഈ കൈ തയ്ച്ചെടുത്ത് കണ്ടോ. നല്ല പഫ് കൈയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ കൈ കൂടെ തയ്ച്ചെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ കൈ കൂടെ നമ്മൾ തയ്ച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ കൈ 2 അടിച്ചെടുത്തിട്ടുണ്ട്, ലോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ജോയിൻ ചെയ്യാറിയല്ല, കൈയിലെവിടെ നിന്ന് പിടിക്കുക. കൈയിലെവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ താഴെ അറ്റം വരെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ.
2 സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് 2 ഡാട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും. കെട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് 2 ഡാട്ട് എടുത്ത് കൊടുക്കാം. ബാക്കിലാണ്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ 2 ഡാട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഒതുങ്ങിയിരിക്കും. ഇതേ അളവിൽ തന്നെ എടുക്കണം. ഇവിടെ നിന്ന് 2 ഡാട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരടി കൂടെ അടിച്ച് ഇപ്പുറത്ത് ഒരടി കൂടെ അടിക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് വയ്ക്കാം, പിന്നെ നിങ്ങൾക്ക് കെട്ട് വയ്ക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ പോക്കറ്റൊന്നും വെച്ചിട്ടില്ല, കാരണം എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ ഇപ്പം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല വീഡിയോ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരടി കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു താഴത്തെ പ്രില്ല് മാത്രമാണുള്ളത്. നിങ്ങൾ കണ്ടല്ലോ എത്ര സമയം എടുത്തെന്ന്. ഇത്രയും സമയം നിങ്ങൾക്ക് വെറുതെ വീട്ടിൽ നിന്ന് മെനക്കെട്ടാൽ നല്ല നൈറ്റി ഇടാം. നല്ല സുഖമായിട്ട് നിങ്ങൾ അളവിന് നിങ്ങൾക്ക് ഒരിടവും കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഞൊറിയിട്ടെടുക്കാം കേട്ടോ. ഇത് ഞൊറിയിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അകലം വിട്ടിട്ട്, അതായത് 1 ഇഞ്ച് അകലത്തിൽ ചെറിയ പ്ലേറ്റ് പിടിച്ചു കൊടുക്കണം. എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. ഒരുപാട് കുരുകുരാന്ന് ഞൊറിയായാൽ കാണാൻ കൊള്ളില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ അങ്ങറ്റം വരെ ഞൊറിയിട്ട് വയ്ക്കാം. ഇതിൻ്റെ ഞൊറിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട, ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനെ ഞൊറി പൊളിക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇത്രയാണുള്ളത് അല്ലേ, ഇത്രയും ലൂസാണുള്ളത്. അപ്പോൾ നമുക്ക് അതിന് കണക്കാക്കി എടുത്താൽ മതി. കണ്ടോ, ഇത് കറക്റ്റാണ്. കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്കിത് ഇതിൽ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. ഈ പ്രില്ല് നമ്മൾ ഞൊറിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഞൊറിയിട്ട് വെച്ചതിന് ഇതിലൊന്ന് അടിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂട്ടിയെടുക്കാം. നമ്മളിവിടം വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കെട്ടിട്ടെടുക്കണം കേട്ടോ. കെട്ടിട്ടില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇവിടെ കൂടെ ചേർത്ത് വെച്ചാൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒന്ന് ലോക്ക് ചെയ്യാം. ലോക്കൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. എനിക്ക് ലോക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണേ. ലോക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി നൈറ്റിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ രണ്ട് ബട്ടൺ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ ഒരു 2 ബട്ടൺ വെച്ച് കൊടുക്കാം. ഒരു തയ്യൽ തയ്ച്ചിട്ട് 2 ബട്ടൺ വെച്ച് കൊടുക്കാം. അപ്പം ബട്ടൺ ഇളകി പോകുമ്പോൾ പിന്നീട് അവിടെ കഴുത്ത് തുറന്നിടക്കാം. അപ്പം നമുക്കിവിടെ ഒരു തയ്യൽ കൊടുത്തിട്ട് പിന്നെ ബട്ടൺ വയ്ക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും, നമുക്കൊരു സ്ട്രോങ്ങും ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ കഴുത്തൊന്ന് ചേർത്തടിക്കണം. ഇത്രയും വേണ്ട, വലിയ കഴുത്ത് വേണമെന്നുള്ളവർക്ക് ആവാം, അല്ലാത്തവർക്ക് ഇവിടെ ഒന്ന് ചേർത്തടിച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ചേർത്തടിച്ചു കൊടുക്കാം. ഇനി ഇതിൽ വയ്ക്കാൻ
2 പാട്ടർ നമുക്ക് എടുത്തുകൊണ്ട് വരാം അല്ലേ. ആദ്യം നമുക്കിതൊന്ന് തേച്ചെടുത്താലോ, ഒന്ന് അയൺ ചെയ്തെടുത്താലോ. കണ്ടോ എന്ന് ഭംഗിയുള്ള നൈറ്റിയായി. കണ്ടോ നല്ല സൂപ്പർ ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റിയായി. കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ്. കണ്ടോ നല്ലൊരു സൂപ്പർ നൈറ്റിയാണ് കേട്ടോ. കണ്ടോ കഴുത്തൊക്കെ നല്ല മറ്റേ ഇപ്പോഴത്തെ മോഡൽ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് കോളറാണ് കേട്ടോ. നല്ല കഴുത്തും നല്ല കൈയൊക്കെ വെച്ച് നല്ല പഫ് കൈയൊക്കെ വെച്ച് നല്ല ഒതുക്കി സൈഡൊക്കെ ഒതുക്കി. കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ഇത്രയും വെച്ചപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു കെട്ടും കൂടെ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ തുണി എന്തായാലും ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ കെട്ടും കൂടെ വെച്ചാൽ അല്ലേ. അപ്പോൾ നമുക്കൊരു കെട്ടുകൂടെ അങ്ങ് ആയാലോ. ഇത്രയും സമയമായില്ലേ, ഇനി ഒരു കെട്ടുകൂടെ വെച്ചിട്ട് പോകാം. ഈ കെട്ടൊക്കെ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മുക്കും മൂലയൊക്കെ ഞാൻ നല്ല പറഞ്ഞതുപോലെ മുക്കും മൂലയൊക്കെ നൂത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കാണത്തില്ല. ഇതുപോലെ ഈ മൂലയുള്ള ഭാഗം നൂത്ത് തന്നെ എടുക്കണം. കെട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ താഴ്ത്തി വെക്കേണ്ടത് അവിടെ ഇങ്ങനെ. അപ്പം നമ്മൾ സാധാരണ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ തച്ച് തീർന്നത് കൊണ്ട് ബോൾ വെച്ചടിക്കുവാണേ. എനിക്കൊരു 14 ഇഞ്ച് താഴ്ത്തിയാണ് കെട്ട് വയ്ക്കേണ്ടത്. 14 ഇഞ്ച് താഴ്ത്തി. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മളൊരു പിന്ന് വയ്ക്കുന്നുണ്ട്. 14 ഇഞ്ചിൽ നമ്മളൊരു പിന്ന് വെച്ചു. 14 ഇഞ്ച് താഴ്ത്തി കെട്ട് വയ്ക്കണം. അപ്പോൾ നമുക്കിവിടെ മീതെ കൂടെ കെട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കെട്ട് വയ്ക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് അടിക്കുക. ഈ കെട്ടിനെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ഒരടി അടിക്കുക. ഇങ്ങോട്ട് വെട്ടിച്ചിട്ട് പിന്നീട് നമ്മൾ ഈ കെട്ട് പിടിച്ചിട്ട് ഈ കെട്ടിനെ ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ അടി അടിച്ചു കൊടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് കാണത്തില്ല കേട്ടോ. ഒരു കെട്ടൂടെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് 2 കെട്ട് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ബാക്കിൽ പിടിച്ച് കെട്ടാം. അപ്പോൾ ഞാനിത് ഒന്ന് നിങ്ങളെ ഇട്ട് കാണിക്കാം വീട്ടിൽ ചെന്നിട്ട് കേട്ടോ. ഇപ്പം ഞാൻ ഷോപ്പ് അടയ്ക്കാൻ പോകണേ. അപ്പോൾ എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ ഈ നൈറ്റിയുടെ ഒരു ഭംഗി. ആണോ ഒരു നൈറ്റി എത്ര സമയം കൊണ്ട് അടിച്ചെടുത്തതെന്ന് അറിയുമ്പോൾ 2 കെട്ടൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണ്ട. നല്ല സൂപ്പർ നൈറ്റിയാണ്. നല്ല സൂപ്പർ നൈറ്റിയാണ് കേട്ടോ. ഫുള്ള് മോഡൽ ഫ്രോക്ക് മോഡൽ നൈറ്റി. അതിൻ്റെ കഴുത്തൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. 2 ബട്ടണൊക്കെ ഞാൻ ബിറ്റ് കൊടുത്തു കേട്ടോ. അവിടെ 2 ബട്ടണൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കഴുത്ത് നല്ല കണക്കിന് ഇറക്കത്തിൽ കിടക്കും. അന്നേരമാണ്. ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തതൊന്നുമല്ല. ഇതുപോലത്തെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ലാവിഷായിട്ട് ലൈറ്റൊക്കെ വാങ്ങിയിടുന്നേക്കാളും തയ്ച്ചിടാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വയ്ക്കട്ടെ. ഓക്കെ ബായ്. ഞാൻ ക്ലോസ് ചെയ്യാൻ പോകണേ ഷോപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞൊരു ഫ്രോക്ക് നൈറ്റിന്ന് ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു കഴുത്ത് കണ്ടോ. കോളറും പിന്നെ ബട്ടർ വെച്ചിട്ടുണ്ട്. നല്ല 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 സൂപ്പർ നൈറ്റിയാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇടാനൊക്കെ നല്ല നൈറ്റിയാണ്. നല്ല നല്ല ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു നൈറ്റിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഇതിൽ ഞാനൊരു കെട്ട് നേരത്തെ വെട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് പിടിച്ച് കെട്ടാം. ബാക്ക് കെട്ടണമെങ്കിൽ കെട്ടാം, വെണ്ണയിൽ കെട്ടണം. അപ്പം നമുക്ക് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ എവിടെ വേണമെങ്കിലും കെട്ടാം കേട്ടോ. സൈഡിലോട്ടോ എവിടെ വേണമെങ്കിലും കെട്ടാം. അപ്പം നമുക്ക് കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.